മുമ്പ് വിളിച്ച ആർക്കെങ്കിലും ഇൻഷാ അല്ലാഹ് മത്സരിക്കാൻ ഒരവസരം കൂടി അള്ളാഹു സ്വീകരിക്കട്ടെ. ദീനിന്റെ വിഷയത്തിൽ ഫല്യതനാഫസിൽ മുതനാഫിസൂൻ ഖുർആന്റെ ആയത്താണത്. 1,05,000 രൂപ ഒരു തക്ബീർ. നമുക്കാറിപ്പോ എല്ലാവരും എഴുന്നേക്കും മക പോയേക്കാ ചോറ് കഴിച്ചിട്ട് ഒരു കഴിച്ചാൽ കൊള്ളാന്ന് മനസ്സിലുണ്ട് വരരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ തീരുമെന്ന് കരുതിയായിരുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഈ ക്ഷമിക്കുന്നതിലൊക്കെ വലിയ കൂലിയുണ്ട്. ഭക്ഷണം എന്തായാലും കേടാവൂല. നിങ്ങൾ എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഇരുത്തം നാളെ മഹ്ശറയിലുള്ള നൃത്ത ഇത്ര നൂറുകണക്കിന് വീഡിയോ ഉണ്ട് കേട്ടോ. നേരം വെളുക്കോളം കാണിക്കാൻ പറ്റുന്ന ബിസിനസ് തട്ടിപ്പുകൾ, ആത്മീയ തട്ടിപ്പുകൾ കാണിക്കും. നോക്കി നിങ്ങൾ, ഒരു ഫ്രൂട്ടി കുപ്പി വലുപ്പമുള്ള കുപ്പിയിലെ തേന് 1,05,000 അവിടെ കൊടുത്തു വിട്ടത്. എന്തിന്റെ പേര്? എന്താണ് ആ തേനിന്റെ പ്രത്യേകത? ഈ ആയുർവേദശാലയിൽ നിന്ന് മേടിക്കുന്ന തേനിനേക്കാൾ ആ തേനിനുള്ള പോരിഷ് എന്താണ്? 1,06,000 രൂപ ഒരു സാധാരണക്കാരന്റെ മനുഷ്യൻ ദീനിന്റെ പേര് പറഞ്ഞ്, ആത്മീയതയുടെ പേര് പറഞ്ഞ് വമ്പൻ സമ്പത്ത് കുമിഞ്ഞു കൂട്ടിയുണ്ടാക്കുന്നത് നമ്മുടെ പരിസരത്തെ ജില്ലക്കാരനായ പ്രഭാഷകൻ. ഞാൻ ആരും പേര് പറയാത്തത്, നമുക്ക് വ്യക്തിയല്ല പ്രശ്നം, ചെയ്യുന്ന പണിയാണ് പ്രശ്നം. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തികമായ തട്ടിപ്പുകളുടെ വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങളായി സ്വലാത്ത് നഗറുകൾ മാറി, മക്കാമുകൾ മാറി. തിരുവനന്തപുരത്തെ ഭീമാപള്ളിന്റെ ഖബറ് ലേലം ചെയ്തു. നിലമ്പൂരത്തേക്ക് ലേലം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഖബർ ലേലം ചെയ്യലില്ല. 18 കോടിക്ക് ലേലം ചെയ്തത് നിങ്ങളുടെ പരിസരത്തുള്ള ഖബറാണ്. 18 കോടിക്ക്. ഖബർ വിൽപ്പന ചരക്കാണോ? എന്താ നിങ്ങൾ പ്രതിഷേധിക്കാത്തത്? നിങ്ങൾ നാട്ടിൽ എന്ത് രാഷ്ട്രീയം നിങ്ങൾ പ്രതിഷേധിക്കുമല്ലോ. എന്താണ് നാട്ടിലെ ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ മിണ്ടാത്തത്? എന്തൊരു മെസ്സേജ് അയക്കാത്തത്? എന്താണ് ചോദ്യം ചെയ്യാത്തത്? ഈ മൗനമാണ് ഇവിടുത്തെ പുരോഹിതന്മാരുടെ വിജയം. എന്ത് പറഞ്ഞാലും ഖൂലൂ തക്ബീർ, അല്ലാഹു അക്ബർ. അതങ്ങനെ വിഴുങ്ങി അവർ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ജനങ്ങളെ കൊള്ളയടിക്കുക, ദീനിന്റെ പേര് പറഞ്ഞ്, സ്വലാത്തിന്റെ പേര് പറഞ്ഞ് പുതിയ പുതിയ ഓൺലൈൻ തട്ടിപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അറിവിൻ നിലാവ്, ഇഷ്കേ മദീന, മടവൂർ കാഫില, മദനീയം ത്വരീഖത്ത്, എന്തെല്ലാം പുതിയ പുതിയ ചാനല. ഓരോരുത്തരും അവനവന്റെ പോലീസ പറഞ്ഞിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കുക. ഇസ്ലാമിലെ സ്വലാത്ത് എന്താ പഠിപ്പിച്ചത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്ന് പള്ളി കയറിയപ്പോ സ്വലാത്ത് ചൊല്ലി, ബാങ്ക് കഴിഞ്ഞപ്പോ സ്വലാത്ത് ചൊല്ലി. നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും എത്രയോ സ്വലാത്തുണ്ട്. ഏതാ സ്വലാത്ത്? നബി പഠിപ്പിച്ച ഇബ്രാഹിമി സ്വലാത്ത്. അതിന്റെ ചെറിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. സ്വലാത്ത് ചൊല്ലാൻ മടിച്ചവർ പിശുക്കന്മാരാണ്. ഓരോ സ്വലാത്തും 10 നന്മകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ